നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിൽ കളിക്കുന്ന കളി എന്തുകൊണ്ടാണ് ബ്രസീലിയൻ ദേശീയ ടീമിൽ കളിക്കാൻ പറ്റാത്തത്? ഇങ്ങനെയുള്ളൊരു ചോദ്യം വിനി ജൂനിയറോട് ചോദിക്കുകയാണ്. വിനിക്കെതിരെ അങ്ങനെ ഒരു ആരോപണമുണ്ട്. മികച്ച പ്രകടനം റയലിൽ പുറത്തെടുക്കുന്നു, ബ്രസീലിലെത്തുമ്പോൾ അതില്ല. റയലിൻ്റെ വിനിയല്ല ബ്രസീലിൻ്റെ വിനി എന്ന് പലരും പറയാറുണ്ടല്ലോ. അല്ലെങ്കിൽ റയൽ മാഡ്രിഡിൽ പുലി, ദേശീയ ടീമിനെത്തുമ്പോൾ എലി എന്നൊക്കെ പലരും വിമർശനങ്ങളുമായിട്ട് വരാറുണ്ട്. അപ്പോൾ അതിനോടുള്ള ഒരു പ്രതികരണമാണിപ്പോൾ കാസി ടി വിക്ക് നൽകിയിട്ടുള്ള ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത്. കാസമിറോ എന്ന ബ്രസീലിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഫുട്ബോൾ ഇൻഫ്ലുവൻസറുമായിട്ട് നടത്തിയിട്ടുള്ള ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ആളുകൾ ഒരുപാട് സംസാരിക്കുന്നു, ഞാനും റാഫിഞ്ഞയും ഒക്കെ ക്ലബ്ബിൽ എത്ര നന്നായിട്ടാണ് കളിക്കുന്നത് എന്ന്. ഇവിടെ ദേശീയ ടീമിന് അതുപോലെ കളിക്കാൻ പറ്റുന്നില്ല എന്ന്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ എല്ലാ ദിവസവും ഞങ്ങൾ ഒരുമിച്ച് ട്രെയിനിങ് നടത്തുന്നു. ഓരോ 3 ദിവസത്തിലും ഞങ്ങൾക്ക് കളിയുമുണ്ട്. അപ്പോൾ ഞാൻ 10 കളികളിൽ 2 കളികളിൽ 10 കളികൾ കളിച്ചു. അതിൽ 2 എണ്ണത്തിൽ മോശമായി കളിച്ചാൽ ആരും അതിനെക്കുറിച്ച് അധികം ഒന്നും സംസാരിക്കില്ല. അതങ്ങനെ കടന്നു പോകും. കാരണം തൊട്ടടുത്ത കളി പിന്നാലെ വരുന്നുണ്ട്. പക്ഷേ ദേശീയ ടീമിൽ അങ്ങനെയല്ല. നമ്മൾ 4 കളികൾ കളിക്കുന്നത് 3 മാസത്തിനിടക്കാണ്. അപ്പോൾ അടുത്ത കളിയിലേക്കുള്ള ഗ്യാപ്പ് വളരെ വലുതാണ്. ഒരുപാട് സമയമുണ്ട്. സ്വാഭാവികമായിട്ടും വിമർശനങ്ങൾ ഈ കുറഞ്ഞ കളികൾ വെച്ചിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രഷർ വളരെ വലുതാണ്. ഏറ്റവും ബെസ്റ്റായിട്ട് ഞാൻ പെർഫോം ചെയ്യണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നു. ഞാനതിന് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനൊരു വ്യത്യാസം ക്ലബ്ബിലെ കളിയിലും ദേശീയ ടീമിൻ്റെ കളിയിലുമുണ്ട് എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നത് ഒരർത്ഥത്തിൽ ശരിയുമാണ്. അതായത് ക്ലബ്ബിൽ എല്ലാ ദിവസവും ഒരുമിച്ചുള്ള താരങ്ങൾ എല്ലാ ദിവസവും ട്രെയിനിങ് നടത്തുന്നു. നന്നായിട്ട് അറിയാവുന്ന പരസ്പര പൂരകങ്ങളായിട്ട് കളിക്കാൻ കെൽപ്പുള്ള താരങ്ങളാണുള്ളതെങ്കിൽ ദേശീയ ടീമിലേക്ക് വരുന്നത് വളരെ കാലത്തിന് ശേഷം 1 മാസം, ഒരു 10 ദിവസം ഒരുമിച്ചുണ്ടാവും, പിന്നെ പോവും. അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അന്താരാഷ്ട്ര ഫുട്ബോൾ അങ്ങനെയാണ്. അതിൽ തന്നെയാണ് മികവ് കാണിച്ചുകൊണ്ട് CR7 ഇത്രയധികം ഗോൾ അടിച്ച് കൂട്ടിയിട്ടുള്ളതും മെസ്സി ലോകകപ്പ് നേടിയിട്ടുള്ളതൊക്കെ. നെയ്മർ ജൂനിയർ ബ്രസീലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗോളടിക്കാരനായതൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ എക്സ്ക്യൂസ് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. അപ്പോൾ വിനി വീണ്ടും വിശദീകരിച്ച് പറയുന്നത് കൂടി നമ്മൾ നോക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഈ വേൾഡ് കപ്പ് എനിക്ക് കഴിഞ്ഞ വേൾഡ് കപ്പിനേക്കാൾ മികച്ചതാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ വളരെ യങ്ങാണ്. ഇപ്പോൾ ഞാൻ നന്നായിട്ട് കളിക്കുന്നുമുണ്ട്. പക്ഷേ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഇതിനേക്കാൾ ചെറിയ പ്രായത്തിൽ കളിച്ചു. വേൾഡ് കപ്പിൻ്റെ തോൽവി എന്ന് പറഞ്ഞാൽ വലിയൊരു ബ്ലോ ആയിരുന്നു. ഇപ്പോൾ ഞാൻ വളരെ ശാന്തനാണ്. എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ് എന്നെനിക്കറിയാം. ഞാൻ ദേശീയ ടീമിലുണ്ട്. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കോച്ചിന് എന്നിൽ കോൺഫിഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ പ്ലെയേഴ്സ് എനിക്ക് അത്തരത്തിലുള്ളൊരു കോൺഫിഡൻസ് നൽകുന്നുമുണ്ട്. നല്ല ശാന്തമായൊരു മനസ്സോടുകൂടി എക്സലൻ്റ് ആയിട്ടുള്ളൊരു വേൾഡ് കപ്പ് കളിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബ്രസീലിനെ വീണ്ടും ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയാവുന്നതൊക്കെ ഞാൻ ചെയ്തിരിക്കും. പിന്നെ വിമർശനങ്ങൾ വരിക, റയൽ മാഡ്രിഡിൽ കളിക്കുന്നത് അങ്ങനെ കളിക്കുന്നില്ല, ഇവിടെ കളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ പലതവണ ഇത്തരത്തിലുള്ള ക്രിറ്റിസിസം വരുന്നുണ്ട്. അൺഫെയറാണ്. പക്ഷെ എല്ലായ്പ്പോഴും ഞാനിങ്ങനെ ആളുകൾ എന്ത് പറയുന്നു എന്നുള്ളതിന് ശ്രദ്ധ കൊടുക്കുന്ന ആളല്ല. മറിച്ച് എൻ്റെ ചുറ്റുമുള്ള എൻ്റെ പ്രിയപ്പെട്ടവർ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിക്കാറുള്ളത്. അതായത് പ്ലെയേഴ്സ് എന്ത് പറയുന്നു, എന്നോടൊപ്പമുള്ള മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. മറ്റ് ജനങ്ങളിങ്ങനെ പറയുന്നതിനൊന്നും വലിയ പ്രാധാന്യം ഞാൻ കൊടുക്കാറില്ല. തീർച്ചയായിട്ടും ദേശീയ ടീമിൽ എനിക്ക് വളരെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. റയൽ മാഡ്രിഡിൽ ഞാൻ അതാണല്ലോ ചെയ്തത്. എനിക്ക് മറ്റൊരു വേൾഡ് കപ്പ് കൂടി കളിക്കാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ്. അതെന്തിൻ്റെ പേരിൽ കിട്ടിയതാണ്? റയൽ മാഡ്രിഡിൽ ചെയ്ത കാര്യങ്ങളുടെ പേരിൽ കിട്ടിയതാണ്. അവിടെ ഞാൻ റെക്കോർഡുകൾ തകർത്തിട്ടുണ്ട്, ചരിത്രം കുറിക്കുന്നുണ്ട്, അങ്ങനെ ഞാൻ പോകുന്നു. പക്ഷേ പലപ്പോഴും ആളുകൾ ഇതൊക്കെ മറക്കും. പക്ഷെ ഞാൻ വളരെ ശാന്തനാണ്. എനിക്ക് 25 വയസ്സാണുള്ളത്. എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ പറ്റുമെന്ന വിശ്വാസമുണ്ട്. ഇപ്പോൾ 8 ഗോളുകൾ ദേശീയ ടീമിന് വേണ്ടി ഞാൻ അടിച്ചു. പക്ഷേ വേൾഡ് കപ്പിൽ ഒരു 4 ഗോൾ അടിച്ച് കിരീടം ചൂടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചായിരിക്കും ആളുകൾ പറയുക. കാര്യങ്ങളൊക്കെ വലിയ രൂപത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ. സോ എല്ലാ മത്സരങ്ങളും ഞാൻ നന്നായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ശ്രമിക്കുന്നത്. ഞാൻ ബാഡ്ലി കളിച്ചിട്ടുള്ള മത്സരങ്ങൾ നോക്കിയാൽ പോലും ആളുകൾ എന്തു പറയുന്നു എന്നുള്ളതല്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഭാഗത്ത് പറയുമ്പോഴും ഞാൻ വേൾഡ് കപ്പിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് എത്താൻ പോകുന്നത്. ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് എൻ്റെ കരിയറിൽ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കരിയർ എല്ലായ്പ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇന്നിപ്പോൾ ഞാൻ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആണ്. ലൈഫിൽ ഉണ്ടാവുന്ന ബ്ലോസിനും അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾക്കും ഒക്കെ ഞാൻ റെഡിയാണ്. ഇപ്പം ചിലപ്പോഴൊക്കെ ആളുകൾ തരുന്ന ക്രിറ്റിസിസം അൺഫെയർലി ആണെന്ന് ഞാൻ പറയും. പക്ഷേ എനിക്കറിയാം ദേശീയ ടീമിനെ
റെപ്രസെൻ്റ് ചെയ്യുക, അതുപോലെ റയൽ പോലുള്ളൊരു ബിഗ് ക്ലബ്ബിനെ റെപ്രസെൻ്റ് ചെയ്യുക, അതൊന്നും എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളത്. ഇപ്പോൾ റയൽ മാഡ്രിഡിൽ തന്നെ നോക്കുക, ഞാൻ നല്ല രൂപത്തിലേക്ക് മാറാൻ കുറച്ച് സമയമെടുത്തു. അതിൽ ചില ആളുകൾ പറഞ്ഞിരുന്നു ഞാൻ ഗോളുകളൊന്നും അടിക്കൂലാന്ന്. എന്നിട്ടിപ്പോൾ എന്തായി? തുടർച്ചയായ 5 സീസണുകളിൽ 20ലധികം ഗോളുകളുമായിട്ട് ഞാൻ നിൽക്കുകയാണ്. സോ ഞാൻ പഠിക്കുന്നു, അതനുസരിച്ച് ഞാൻ കളിക്കുന്നു. ദേശീയ ടീമിലും അത്തരത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നത്. എങ്ങനെ കൂടുതൽ ബെറ്ററാക്കാൻ പറ്റും? ഓഫ് കോഴ്സ് അതാണ് എൻ്റെ ഒരു ശ്രദ്ധ. ഞാൻ വിചാരിക്കുന്നത് ഈ വേൾഡ് കപ്പ്, ഈ ഒരു 8 മത്സരങ്ങൾ, വേൾഡ് കപ്പിലെ 8 മത്സരങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച മത്സരങ്ങളായിരിക്കുമെന്ന്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.